പശ്ചിമേഷ്യയിലെ സംഘർഷം ചെങ്കടൽ മേഖലയിലേക്കും വ്യാപിച്ചതോടെ ആഗോള വ്യാപാരത്തിനും സാമ്പത്തിക വിപണികൾക്കും വീണ്ടും കടുത്ത അനിശ്ചിതത്വം നേരിടേണ്ടി വരുന്നു. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ചെങ്കടലിലൂടെയുള്ള പ്രധാന ചരക്കുകപ്പൽ പാതകളും സുരക്ഷാ ഭീഷണിയിലായതോടെ എണ്ണ വിതരണ ശൃംഖല താളം തെറ്റുമെന്ന ആശങ്ക ശക്തമാണ്. ഇതിനിടെ ഇറാഖിനെതിരെ വലിയ സൈനിക നടപടി സ്വീകരിക്കുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കി. ഇറാൻ ഇതുവരെ യഥാർത്ഥമായി തിരിച്ചടി നേരിട്ടിട്ടില്ലെന്നും ഇനി ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തു വന്നതോടെ ആഗോള വിപണികൾ ജാഗ്രതയിലായി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ എണ്ണ വിതരണം ഗുരുതരമായി ബാധിക്കുമെന്നും ചരക്കു നീക്കച്ചെലവ് കുത്തനെ ഉയരുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നിക്ഷേപകർക്ക് ചെറിയ പ്രതീക്ഷ നൽകി. ഇറാന്റെ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനിയുടെ പാകിസ്ഥാൻ സന്ദർശനവും ഈ നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. യുദ്ധം വ്യാപിക്കാതെ നയതന്ത്രപരമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയാണ് വിപണികളിൽ പ്രകടമായത്. ഇന്ത്യൻ ഓഹരി വിപണി അടച്ച ശേഷമാണ് സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നത്. ഇതിന്റെ പ്രതിഫലനമായി അമേരിക്കൻ ഓഹരി സൂചികകൾ വ്യാപാരത്തിന്റെ അവസാന ഘട്ടത്തിൽ നേരിയ നേട്ടം രേഖപ്പെടുത്തി. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് ആവശ്യകത ഉയർന്നെങ്കിലും ക്രൂഡ് ഓയിൽ വിലയിൽ ചെറിയ ആശ്വാസം പ്രകടമായി. ഇതിനിടെയാണ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേൽ പുതിയ ഇറക്കുമതി തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കൻ വ്യാപാര സംഘടനകൾ കോടതിയെ സമീപിച്ചത്. നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച പ്രതികാര തീരുവകൾ US കോടതി റദ്ദാക്കിയിരുന്നു. അതേ മാതൃകയിൽ പുതിയ തീരുവയ്ക്കും നിയമപരമായി തിരിച്ചടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര മേഖല. മുൻപ് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന 10% തീരുവയുടെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി. അമേരിക്കൻ വ്യാപാര നിയമത്തിലെ 301 വകുപ്പ് പ്രകാരം നിർബന്ധിത തൊഴിൽ, വിതരണ ശൃംഖല സുതാര്യത എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 80 രാജ്യങ്ങൾക്ക് പുതിയ തീരുവ പ്രഖ്യാപിച്ചത്. അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള ഭൂരിഭാഗം രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാൽ ആഗോള വ്യാപാരത്തിൽ പുതിയ വെല്ലുവിളികളാണ് രൂപപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലെയും സമുദ്രമേഖലകളിൽ സ്ഥിതി അതീവ ആശങ്കാജനകമാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ പിന്തുണയുള്ള ആക്രമണങ്ങളും ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണങ്ങളും തുടരുകയാണ്. മറുവശത്ത് ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളെ അമേരിക്ക ലക്ഷ്യമിടുന്നു. കരിങ്കടലിൽ റഷ്യയുടെ ഡാർക്ക് ഫീറ്റ് എന്നറിയപ്പെടുന്ന എണ്ണച്ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി യുക്രൈൻ അവകാശപ്പെടുന്നു. അതേസമയം യുക്രൈനുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ റഷ്യയും ആക്രമണം തുടരുകയാണ്. ലോകത്തിലെ പ്രധാന സമുദ്ര വ്യാപാര പാതകളിൽ ഒരേ സമയം സുരക്ഷാ ഭീഷണി ഉയരുന്നത് ചരക്ക് നീക്കം മന്ദഗതിയിലാക്കുകയും ഇൻഷുറൻസ് ചെലവും ഗതാഗത ചെലവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യം ദീർഘകാലം തുടരുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില 2028 രേഖപ്പെടുത്തിയ ബാരലിന് $148 എന്ന ചരിത്ര റെക്കോർഡ് മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിക്കും കടുത്ത സമ്മർദ്ദമാണ് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ 5 വ്യാപാര ദിനങ്ങളിലും നഷ്ടമാണ് വിപണിയുടെ മുഖമുദ്ര. യുദ്ധ സാഹചര്യവും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും ചേർന്നാണ് വിപണിയെ താഴേക്ക് വലിച്ചത്. ഒരാഴ്ചക്കിടെ സെൻസെക്സ് 2091 പോയിന്റ് അഥവാ 2.7% ഇടിഞ്ഞു. നിഫ്റ്റി 567 പോയിന്റ് അഥവാ 2.33% നഷ്ടപ്പെട്ടു. ബാങ്കിംഗ് മേഖലയെ പ്രതിനിധീകരിക്കുന്ന നിഫ്റ്റി ബാങ്ക് സൂചിക 3%, റിയൽറ്റി സൂചിക 4% ഇടിഞ്ഞു. സ്വകാര്യ ബാങ്കിംഗ് ഓഹരികളാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ടത്. HDFC ബാങ്ക് ഓഹരി 9.4% ഇടിഞ്ഞത് 2.5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവായി. ആക്സിസ് ബാങ്ക് ഓഹരിയും 7%-ലേറെ നഷ്ടപ്പെട്ടു. കമ്പനികളുടെ പ്രതീക്ഷയ്ക്കൊത്തില്ലാത്ത പാദഫലങ്ങളും ബാങ്കിംഗ് ഓഹരികളിലെ വിൽപ്പന ശക്തമാക്കി. ഹോർമൂസിനും ചെങ്കടലിനും വഴി ചരക്കുകപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ബെന്റ് ക്രൂഡ് ഓയിൽ വില ഒരു വേള ബാരലിന് $100 കടന്ന് ഇന്ത്യൻ വിപണിക്ക് അധിക സമ്മർദ്ദമേകി. അതോടൊപ്പം അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ തീരുവയും നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളുടെ വരുമാനം 4.6% ഉയർന്നതും ഡോളർ ശക്തി പ്രാപിച്ചതും വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കാൻ പ്രേരിപ്പിച്ചു. ഒരാഴ്ചക്കിടെ മാത്രം ഏകദേശം 3184 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ സ്ഥാപന നിക്ഷേപകർ വിറ്റഴിച്ചത്. വിപണിയിലെ ഇടിവ് നിക്ഷേപകരുടെ സമ്പത്തിൽ വൻ നഷ്ടമുണ്ടാക്കി. വെറും 5 വ്യാപാര ദിനങ്ങൾക്കിടെ ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ് നഷ്ടമായത്. ജൂലൈ 17-ന് 480 ലക്ഷം കോടി രൂപയുണ്ടായിരുന്ന BSE ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യം പിന്നീട് 475 ലക്ഷം കോടി രൂപയായി കുറഞ്ഞു. വിപണിയുടെ തുടക്കദിശ സൂചിപ്പിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതിനാൽ തിങ്കളാഴ്ചയും ഇന്ത്യൻ വിപണി സമ്മർദ്ദത്തോടെയായിരിക്കും വ്യാപാരം ആരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. എന്നാൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയും ക്രൂഡ് ഓയിൽ വില വീണ്ടും താഴെയിറങ്ങുകയും ചെയ്താൽ വിപണിക്ക് ആശ്വാസമേകുമെന്നാണ് നിക്ഷേപകർ കണക്കുകൂട്ടുന്നത്. വരുന്ന ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക പ്രഖ്യാപനങ്ങൾക്കും വിപണി വലിയ പ്രാധാന്യം നൽകും. US ഫെഡറൽ റിസർവിന്റെ പലിശ നയം,
ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവന, ബാങ്ക് ഓഫ് ജപ്പാന്റെ നയയോഗം എന്നിവ ആഗോള നിക്ഷേപ പ്രവാഹത്തെയും ഓഹരി വിപണികളുടെയും ദിശയെയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും. ജൂലൈ 24-ന് അമേരിക്കൻ വിപണികളിൽ സമ്മിശ്ര പ്രകടനമാണ് ഉണ്ടായത്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 താഴെ എത്തിയതോടെ ഡൗ ജോൺസ് സൂചികയ്ക്ക് നേരിയ പിന്തുണ ലഭിച്ചു. ആപ്പിൾ ഓഹരികളിലുണ്ടായ മുന്നേറ്റം വിപണിക്ക് കരുത്തേകിയെങ്കിലും മറ്റു സാങ്കേതിക കമ്പനികളിലെ വിൽപ്പന നാസ്ഡാക്ക് സൂചികയെ 0.64% നഷ്ടത്തിലേക്ക് തള്ളിവിട്ടു. S&P സൂചിക കാര്യമായ മാറ്റമില്ലാതെ വ്യാപാരം അവസാനിപ്പിച്ചു. പാകിസ്ഥാൻ മുൻകൈയെടുത്ത സമാധാന ശ്രമങ്ങളുടെ വാർത്തകൾ പുറത്തുവന്നതോടെ ബെന്റ് ക്രൂഡ് ഓയിൽ ഒരു വേള 4%-ലധികം ഇടിഞ്ഞു. വ്യാപാര അവസാനത്തിൽ ബെന്റ് ബാരലിന് $96.78, WTI $89.31, മർബൻ ക്രൂഡ് ഓയിൽ $97.05 എന്നിരുന്നാലും യുദ്ധ സാഹചര്യം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലാത്തതിനാൽ എണ്ണവിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കാനാകില്ലെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ലോക സമ്പദ് വ്യവസ്ഥയുടെ ഗതിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായി ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധവികാസങ്ങളും സമുദ്ര വ്യാപാര പാതകളിലെ സുരക്ഷയും അമേരിക്കയുടെ വ്യാപാര പലിശ നയങ്ങളും മാറിയിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾ വിജയിക്കുമോ അതോ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നതാണ് അടുത്ത ദിവസങ്ങളിൽ ആഗോള വിപണികളുടെ ദിശ നിർണ്ണയിക്കുന്ന ഏറ്റവും നിർണായക ഘടകം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.